ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പൊ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് ഏറെക്കുറെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബീഫ് കറിയാണ്. ബീഫ് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള ഗ്രേവിക്കായിട്ട് 4 വലിയ സബോള, 2 കിഴങ്ങ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു വലിയ തക്കാളി എല്ലാം അരിഞ്ഞ് ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ ക്ലീൻ ചെയ്ത ബീഫ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് വേവിക്കാൻ. അതിലേക്ക് ഇനി അല്പം മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലി, ഒരല്പം ബീഫ് മസാല, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്, പിന്നെ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് ഒരല്പം മാത്രം വെള്ളമേ ചേർക്കാവൂ. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 7-8 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ബീഫിന്റെ മൂപ്പിനനുസരിച്ച് അതിന്റെ വിസിലിന്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ അത് അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് സെപ്പറേറ്റ് വേറൊരു പാത്രത്തിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 കൂട്ടം വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനൊക്കെയുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതെല്ലാം ചെയ്യുമ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സവോള കൂടെ ചേർത്ത് കൊടുക്കാം. സവോള പെട്ടെന്ന് വടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് കറിയിലേക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 വലിയ സ്പൂൺ കാശ്മീരി ചില്ലി, അല്പം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ഒരല്പം പെരിഞ്ജീരകവും 2 വലിയ സ്പൂൺ ബീഫ് മസാലയും കൂടെ ചേർത്ത് ചെറു തീയിൽ വെച്ച് അതിന്റെ പച്ചമണം ഒക്കെ മാറി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും ഞാൻ വെക്കുന്ന ഒരു ചെറിയ രീതി നിങ്ങളെ കൂടെ കാണിച്ചു തരുന്നേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കാണുന്ന ബീഫ് കറി വെക്കാൻ അറിയാത്ത ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെട്ടാൽ നല്ലതല്ലേ. അങ്ങനെ മസാലയൊക്കെ മൂത്ത് കിട്ടി. അതിന്റെ ഒപ്പം തന്നെ കിഴങ്ങും വെന്ത് ഒരു സവോളയും വടമ്പി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ വലിയ പാചകക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇത് ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ രീതി മാത്രമാണ്. അങ്ങനെ കുക്കറും ഒക്കെ വിസിലടിച്ച് ബീഫും വെന്ത് നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ വഴമ്പി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഗ്രേവിയിലേക്ക് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മസാലയിൽ നിന്നും 2 വലിയ സ്പൂൺ മസാല ചേർത്ത് കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാവുന്നതാണ്. മസാലയും ഗ്രേവിയും തമ്മിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങുമെന്ന് പറഞ്ഞില്ലായിരുന്നു, അതാണ് ഈ കാണുന്നത്. അപ്പൊ ഇച്ചിരി ചാറായിട്ട് വെക്കുന്നത് കൊണ്ട് ആ കുക്കറിൽ നിന്ന് തന്നെയുള്ള കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിക്കണം. നമ്മൾ സവോള വഴറ്റിയപ്പോഴും ബീഫ് വേവിച്ചപ്പോഴും ഒക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പോയെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ബീഫ് കറി നന്നായിട്ട് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ചെറുതായി ഇളക്കി കൊടുത്തേക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ബീഫ് കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് കുറുകിയുടെ കിട്ടിയിട്ടുണ്ട്. സർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അല്പം മല്ലിയില കൂടെ അതിന് മുകളിലേക്കായിട്ട് വിതറി കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ ബീഫ് കറിയുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ലൈക്ക്, ഷെയറും കമന്റും ഒക്കെ ഇട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.